നമുക്ക് വെളുത്തുള്ളിയെക്കുറിച്ച് സംസാരിക്കാം. വെളുത്തുള്ളി നമ്മുടെ ആഹാരത്തിലെ പ്രധാന ഒരു ഘടകമാണ്. കുക്കിങ്ങിന് എല്ലാം ഒട്ടുമിക്കവാറും ആഹാര പദാർത്ഥം നമ്മൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വെളുത്തുള്ളി ഇത്രയധികം ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് മരുന്നുകളുടെ ഉപയോഗം അല്ലെങ്കിൽ പോഷക ഗുണം പോലെ തന്നെ മെഡിസിനൽ പ്രോപ്പർട്ടി ഇതിനകത്ത് ഉണ്ടെന്നുള്ളതാണ്. സാധാരണ രീതിയിൽ വിരശല്യത്തിന് ഇത് ഉപയോഗിക്കാറുണ്ട്, ഇമ്മ്യൂണിറ്റി കൂടുതൽ ഉപയോഗിക്കാറുണ്ട്, കോളിക്ക് വയറുമായിട്ട് ബന്ധപ്പെട്ട വേദനയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്, ഗ്യാസുമായിട്ട് ശല്യത്തിന് ഉപയോഗിക്കാറുണ്ട്, TB ട്യൂബർക്കുലോസിന് ഇത് ഒന്നാം തരം മരുന്നായിട്ടാണ് നാച്ചുറലായിട്ട് ഇത് ഉപയോഗിച്ച് കൊടുക്കുന്നത്. ബ്രോങ്കൈറ്റിസ് ചുമയ്ക്ക് നല്ലതാണ്. ഒരുമാതിരിപ്പെട്ട ഫംഗസ്, ബാക്ടീരിയ, പാരസൈറ്റ് ഇതെല്ലാം ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ വെളുത്തുള്ളി നമുക്ക് ഉപയോഗിക്കും. ഹോമിയോപ്പതിയിൽ ഇത് അല്ലിയം സറ്റൈവ എന്ന് പറയുന്ന ഒരു മരുന്ന് തന്നെയുണ്ട്. ടിഞ്ചർ പലപ്പോഴും കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിന് വേണ്ടി, BP കുറയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ചുമയ്ക്ക്, അതായത് ബ്രോങ്കൈറ്റിസ് പറഞ്ഞ പോലെ ഡാൻഡ്രഫിന് പണ്ട് കാലത്തൊക്കെ ഉള്ളിയിട്ട് എണ്ണ കാച്ചുന്ന ഒരു പതിവ് തന്നെയുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഡാൻഡ്രഫിന് ഒന്നാം തരം മരുന്നാണ്. അതുപോലെ തന്നെ കഷണ്ടിക്ക് നല്ല ഒന്നാം തരം മരുന്നാണ്. പിന്നെ ഇതിനകത്ത് ദഹനക്കുറവിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് ഈ അല്ലിയം സറ്റൈവ. എല്ലാവരും ഉള്ളിയുടെ ഉപയോഗം മാക്സിമം കൂട്ടുന്നതിനെ കുറിച്ച് ചിന്തിക്കുക.